വല്ലതും ചെയ്തിട്ടുണ്ടാവും. എന്നാ ഞാൻ അങ്ങനെയല്ല. തറവാട്ടി പിറന്നവളാ. ഐ മീൻ കുടുംബ മഹിമ അതുള്ളവളാ. എനിക്ക് മോളോട് കുറെ സംസാരിക്കാനുണ്ട്. വാ വാ മോളെ. ഈ നിശാന്തൻ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തിരിക്കുന്നത്? ഈ രണ്ട് പിശാചുകളെ ഞാൻ സഹിക്കണമല്ലോ. ഇവരുടെ കണ്ണിപ്പെടാതെ എങ്ങോട്ടേക്ക് മാറിയിരിക്കാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഇത് ദക്ഷയുടെ ബ്രദറാ. വാ വാ, ഇരിക്കും. അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു? ദിവസവും ഫോണിലൂടെ സംസാരിക്കുമ്പോ സുഖമുണ്ടെന്നാണ് അച്ഛൻ പറയാറ്. അല്ലാതെ കക്ഷിയെ കാണാൻ കിട്ടണ്ടേ? അച്ഛൻ എപ്പോഴും ബിസിയാ. ഒരു രാഷ്ട്രീയക്കാരനാവുമ്പോ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയല്ലേ, അവരുടെ തിരക്ക് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഇവർക്കൊക്കെ അച്ഛനെ വലിയ പേടിയാ. പക്ഷെ എനിക്കങ്ങനെയല്ല. അല്ല, അച്ഛന് ശരിക്കും ഇവളാണ് കേട്ടോ പേടി. അത് പിന്നെ ഇളയ മകള് പെൺകുട്ടിയാവുമ്പോ സാധാരണ അച്ഛന്മാരെല്ലാരും അവളെ എപ്പോഴും ലാളിക്കാറാണ് പതിവ്. മറ്റെന്തിനേക്കാളും പെൺമക്കളോട് അച്ഛന്മാർക്ക് വാത്സല്യം കൂടുതലായിരിക്കും. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ദക്ഷമോള് ഏതാണ്ട് എന്നെ പോലെ തന്നെയാ. എനിക്കും ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങള് നടന്നിരിക്കണം. ആരും എന്നെ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. അതുപോലെ തന്നെയാ ദക്ഷമോളും. അത് ആന്റി പറഞ്ഞത് 100% കറക്റ്റാ. ദേ, കോളേജിൽ ഞാൻ ആരോടൊപ്പം കൂട്ടുകൂടണമെന്നും ആരോടൊപ്പം കൂട്ടുകൂടണ്ടെന്നും തീരുമാനിക്കുന്നത് ഇവളാ. ആ തീരുമാനം കഴിഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്നാ നടക്കുന്നത് 3-4 ഒക്കെ മഹായുദ്ധമായിരിക്കും. മഹി സാർ എവിടെ ആന്റി? ഞാൻ കണ്ടില്ല. അവൻ റൂമിൽ എവിടെയെങ്കിലും കാണും. ഇപ്പൊ ഞാൻ വിളിക്കാം. വേണ്ട ആന്റി, ഞാൻ മഹി സാറിന്റെ റൂമിലേക്ക് പോയി കണ്ടോളാം. സത്യത്തിൽ ഞാനിവിടെ വന്നത് തന്നെ മഹി സാറിനെ കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടിയാണല്ലോ. മഹി സാറല്ല, മഹി. നിങ്ങൾ രണ്ടാളും ഇവിടേക്ക് വന്നത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞിട്ട് വരാമായിരുന്നു. ഞങ്ങൾ പറയാതെ വന്നത് അങ്കിളിന് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല മോളെ. മോക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇനി ഇത് നിന്റെ വീട് തന്നെ ആണല്ലോ. എന്നാലും വിവാഹത്തിന് മുമ്പ് പയ്യന്റെ വീട്ടിലേക്ക് പെണ്ണ് വരുമ്പോ അതിന് ചില നടപടിക്രമങ്ങളും നാട്ടു നടപ്പൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം പഴയ സിസ്റ്റം അല്ലേ അങ്കിൾ? ഇക്കാലത്ത് അത് കാര്യങ്ങൾ നോക്കാറുണ്ടോ? ഇവിടെ ഒന്നിച്ച് ജീവിക്കേണ്ടവര് ഞങ്ങൾ രണ്ടുപേരും അല്ലേ? ഇവിടെ ശരിക്കും പരിചയപ്പെടേണ്ടതും പരസ്പരം മനസ്സിലാക്കേണ്ടതും ഞങ്ങൾ തന്നെയല്ലേ? അപ്പൊ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുന്നതാണല്ലോ അതിന്റെ ശരി. ആന്റി എന്ത് പറയുന്നു? മോള് പറഞ്ഞതാണ് ശരി. അവിടെയാ മഹിയുടെ റൂം. ഓക്കെ ആന്റി. അങ്കിൾ, അവള് പറഞ്ഞത് അങ്കിള് മറ്റൊരർത്ഥത്തിൽ എടുക്കരുത്. ഇത് അവളുടെ ഒരു ശീലമാ. ഏത് കാര്യം അവൾ വെട്ടിത്തുറന്നങ്ങ് പറയും. അവളുടെ ശരികൾ മാത്രമേ അവൾ എപ്പോഴും ഫോളോ ചെയ്യാറുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവള് തീർത്തും എന്നെ പോലെ തന്നെയാ. ഈ വീട്ടിലെ റാണി ആവേണ്ടവള് തന്നെയാ ദക്ഷമോള്. ഹായ് ദക്ഷ. ദക്ഷ വന്നത് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് വീട്ടിലേക്ക് വരാൻ പത്രത്തിലും ടിവിയിലും ഒന്നും പരസ്യം കൊടുത്തിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.
ആ ആ, അത് ശരിയാ. തനിച്ചാണോ വന്നേ? എന്താ എനിക്ക് ഈ വീട്ടിലേക്ക് തനിച്ചു വരാനും പാടില്ലേ? എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോന്നാ. നിശാന്ത് താഴെയുണ്ട്. നിശാന്ത് ദക്ഷയുടെ ബ്രദർ ആണല്ലേ? അതെ. ഇവിടെ മഹിയുടെ റൂം ഏതാ? ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. മഹിയെ തനിച്ചൊന്ന് കിട്ടാനായിട്ട് എല്ലാവരുടെയും കണ്ണി വെട്ടിച്ച് നേരെ ഇങ്ങോട്ട് വന്നതാ അല്ലേ? അതെ, കല്യാണത്തിന് മുന്നേ ഇങ്ങനെ വരുന്നത് ശരിയാണോ? അതിന് ഞാൻ ഹോട്ടൽ മുറിയിലേക്കല്ലല്ലോ പോകുന്നത്. ഞാൻ കെട്ടാൻ പോകുന്ന പയ്യനെ അവന്റെ അമ്മയുടെ സമ്മതത്തോടെ തന്നെ ഞാൻ മുറിയിൽ ചെന്ന് കാണുന്നതിൽ എന്താ തെറ്റ്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത്. എന്തുദ്ദേശിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ചിലരൊക്കെ വന്നു കയറിയതുപോലെ ധർമ്മകല്യാണം കെട്ടിക്കൊണ്ടു വരേണ്ട ഗതി മഹിക്കുണ്ടാവില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും തറവാടുകളുടെ അന്തസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കും. അത് മഹിയുടെ ഏട്ടന്റെ കല്യാണം പോലെ ആവില്ല. രാജകീയമായിട്ടായിരിക്കും ഞങ്ങളുടെ കല്യാണം. നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് മാഗ്നറ്റ് രമാദേവിയുടെയും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായ എന്റെ അച്ഛന്റെയും അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ടുള്ള കല്യാണമായിരിക്കും. അല്ലാതെ മാഹിയുടെ ഏട്ടം കെട്ടിയതുപോലെ കണ്ടടം തോറും നടന്ന് പ്രേമിച്ചും ഇല്ലാത്തത് പറഞ്ഞു പറ്റിച്ചും കല്യാണം നടത്തിയ കുടുംബത്തിലുള്ളവര് പോലും ഒരു പട്ടിയുടെ വില തരില്ല. ധർമ്മകല്യാണത്തിനെ എന്നും അത്രേ ഉള്ളൂ മാർക്കറ്റ്. സത്യം. ദക്ഷ പറഞ്ഞത് അക്ഷരം പ്രതി സത്യം. കള്ളത്തരത്തിനൊന്നും അധികം നിലനിൽപ്പില്ലാന്ന്. ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഭർത്താവാകാൻ പോകുന്ന ആളിന്റെ ഏട്ടന്റെ ഭാര്യ എന്ന അധികാരം വെച്ച് എന്നോട് സംസാരിക്കാൻ വരരുത്. അർജുനോടൊപ്പം കല്യാണത്തിന് മുന്നേ നിങ്ങളുടെ സംസ്കാരത്തിന് ചേർന്ന പോലെ പലതും ചെയ്തിട്ടുണ്ടാവും. എന്നാ ഞാൻ അങ്ങനെയല്ല. തറവാട്ടി പിറന്നവളാ. ഐ മീൻ കുടുംബ മഹിമ അതുള്ളവളാ.